ഹായ് ഗൈസ്, അപ്പം വെൽക്കം ടു പാർട്ട് 2 ഓഫ് ലല്ലുവിൻ്റെ ദൃശ്യം മൂവി. ദൃശ്യം മൂവിന്ന് ആക്ച്വലി കമ്പയർ ചെയ്യുന്ന തന്നെ ശോകമാണ്. കാരണം ദൃശ്യത്തിനെ വെല്ലുവിളിക്കുന്ന തരം സ്ക്രിപ്റ്റാണ് എൻ്റെ മുൻ ഭർത്താവ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനെ വെല്ലുവിളിക്കാനുള്ള സ്ക്രിപ്റ്റ് വേറെ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ മൂവി, ത്രില്ലർ മൂവീസ്, ഹൊറർ, ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ മായാജാലം കൊണ്ടുവരുന്ന സിനിമകളൊക്കെ മലയാളം സിനിമയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ലല്ലുവിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ഏത് തരത്തിലും പറന്നൊക്കെ അടിക്കുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മളത് വിശ്വസിക്കണം. അതാണ് അതിൻ്റെ ഒരു മെയിൻ തിയറി. സോ ഇത് ഫൈനൽ പാർട്ടായിരിക്കും ലല്ലുവിൻ്റെ തെളിവിൻ്റെ. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ലല്ലുവിൻ്റെ ജീവിത കുത്സിതങ്ങളാണ്. അത് വരുമ്പോഴത്തേക്കും ലല്ലു ബാക്കിയുണ്ടാവുമോ, ലല്ലുവിന് എന്തെങ്കിലും പറയാനുണ്ടാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ലല്ലുവിൻ്റെ നിക്കർ ഞാൻ വലിച്ചു കയറും. അപ്പം അത്രേ ഉള്ളൂ. സോ നമുക്ക് രണ്ടാം പാട്ടിലോട്ട് പോകാം. 2 പേജായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വലിച്ചു നീട്ടാണ്ട് പെട്ടെന്ന് പറഞ്ഞ് എല്ലാ തെളിവും നിരത്തി ഞാനങ്ങ് പോവുകയാണ്. ആൻഡ് ഓൾസോ ക്ഷമയില്ല. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വാലൻറ്റൈൻസ് ഡേയുടെ തലേന്നാണ്. ഇമ്മാതിരി വൃത്തികെട്ട കാര്യം ഈ തലേ ദിവസം സംസാരിക്കുന്നതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ നിവർത്തികേടാണ്. സ്റ്റിൽ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. സോ ഒന്ന് വായിക്കട്ടെ. ഓക്കെ. ഫസ്മിനയുടെ ഫ്രണ്ട് വാദിയെ തട്ടിക്കൊണ്ടുപോയി. ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. വാദിയെ കൊണ്ടുപോയി 27/6/2025, അതായത് ജൂൺ 27-ാം തീയതി രാവിലെ 6 മണിക്ക് കഴുത്തിൽ കത്തി വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനുള്ള മറുപടി ഞാൻ തരാം. നിങ്ങൾ ഡേറ്റ് ഓർത്തിരിക്കണം. 27-ാം തീയതി കഴുത്തിൽ കത്തി വെച്ചു സെബിലിൻ്റെ നേരെ എന്നാണ് സെബിൽ അവകാശപ്പെടുന്നത്. ഓക്കെ, ഇനി 26/6/2025 തീയതി കാക്കനാട് ഹോട്ടലിൽ സെബിലിനോടൊപ്പം താമസിച്ചിരുന്ന ഫസ്മിന അവിടെ നിന്ന് രാത്രി 10 മണിക്ക് ഫസ്മിനയുടെ സുഹൃത്തായ ഹണി എന്ന രാഗിയുടെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേക്ക് പാർട്ടി ഉണ്ടെന്നും പറഞ്ഞ് പോവുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, 26-ാം തീയതി പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് പോയി. എനിക്ക് മനസ്സിലാവുന്നില്ല, അവളുടെ തന്ത വേറെ ജനിപ്പിച്ചോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഹണിയുടെ ബർത്ത്ഡേ വരുന്നത് 25-ാം തീയതിയാണ്. ഞാനിവിടെ ആധാർ കൊടുക്കാം. അപ്പം 25-ാം തീയതി ബർത്ത്ഡേ ഉള്ള ആളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ 26-ാം തീയതി രാത്രി പോയി എന്ന് പറയുന്നതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ വേറൊരു സംഭവം കൂടെ ഉണ്ട്, അത് ഞാൻ പറയാം. ആൻഡ് ഹണിയുടെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചത് 25th 25th നൈറ്റിന് കേക്ക് കട്ട് ചെയ്തു. ഹണി കേക്ക് എന്ന് പറയുന്ന പാലാരിവട്ടത്തെ ഷോപ്പിൽ വെച്ചിട്ടാണ്. അപ്പം ഇനി അവിടെ ക്യാമറ വയ്ക്കുകയാണെങ്കിൽ ക്യാമറ വയ്ക്കാം. 25-ാം തീയതിയാണ് ഞാൻ കേക്ക് മുറിച്ചത്. 26-ന് ഹണീനെ അവളുടെ തന്ത പിന്നെയും ജനിപ്പിച്ചിട്ടില്ല. സോ 25-നാണ് കേട്ടോ ഷിബ്ലി. അത് നിനക്ക് മാറിപ്പോയി. അപ്പം ഡേറ്റും കാര്യങ്ങളും എഴുതുമ്പോഴത്തേക്കും, കഥ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഡേറ്റും കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നീ ആലോചിക്കുക. കാരണം എൻ്റെ എല്ലാത്തിനും തെളിവുണ്ട്. മനസ്സിലായടാ ചെറ്റേ? ഓക്കെ, ഇനി നമ്മൾ സിനിമയുടെ മാസ് സീനിലോട്ടാണ് കിടക്കുന്നത്. അതായത് അതിമനോഹരമായിട്ടുള്ള മാസ് സീനുകൾ. ഇതിൽ ഇടി പറന്ന് വരാം. ഇടി ചിലപ്പം ഭൂമിയുടെ അടിയിൽ നിന്നൊക്കെ ആൾക്കാർ പിളർന്ന് വന്നിട്ട് ചിലപ്പോൾ തല്ലുണ്ടാവും. അങ്ങനത്തെ സീനുകളൊക്കെ കാണുന്ന പോലെയാണ് നിങ്ങൾ ഈ സീൻ കാണേണ്ടത്. പക്ഷേ നിങ്ങൾ ഈ കഥ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളിത് വിശ്വസിക്കണം. മനസ്സിലായോ? അങ്ങനെയാണ് ഇതിൻ്റെ കഥ പോകുന്നത്. അപ്പോൾ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 27-ാം തീയതി 5:45 മണിയോടെ ഫസ്മിന ഫസ്മിനെ ഷിബിലി ഫോണിൽ കുറേ വട്ടം വിളിച്ചു. പക്ഷേ ഫസ്മിന ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് ഫസ്മിന വാട്സപ്പിൽ ലൊക്കേഷൻ കൊടുത്തു. അങ്ങോട്ട് ഷിബിലി എത്തിക്കഴിഞ്ഞിട്ട് ഷിബിലിയുടെ കാർ ഡോറ് തുറന്ന് ഷിബിലിയുടെ കഴുത്തിൽ കത്തി വെച്ച് കുറച്ച് തെറികൾ, എൻ്റെ കൂട്ടുകാരൻ അവനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ വണ്ടിയിൽ നിന്ന് ഇറക്കി വലിച്ചഴച്ച് കഴുത്തിൽ കത്തി എടുത്ത് വെച്ച് വാദിയുടെ ഷിബിലിയുടെ കാറിൽ അതിക്രമിച്ച് കയറി. എൻ്റെ കൂട്ടുകാരൻ കാറിൽ അതിക്രമിച്ച് കയറി. ഓക്കെ, അവൻ്റെ കാറിൽ അതിക്രമിച്ച് കയറി. അവൻ്റെ കാറ് ഏത് വകയിലും നിൻ്റെ കാറ്? എൻ്റെ വാപ്പ എനിക്ക് ഗിഫ്റ്റ് തന്ന കാറ്, നിൻ്റെ കാറല്ല. ഓക്കെ, ആൻഡ് ഇതിൽ എഴുതിയേക്കുന്ന കാറിൻ്റെ പേര് കിയ സെൽട്ടോസ് എന്നാണ്. സ്വന്തം ഇത്ര നാൾ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയുടെ ബ്രാൻഡ് ഏതാണെന്ന് പോലും അറിയാത്ത മരപ്പൊട്ടൻ, മരവാഴ, ചെറ്റ, നാറി, പരനാറി, തെണ്ടി വണ്ടി കിയ സോണറ്റാണ്, കിയ സെൽട്ടോസ് അല്ല. ഓക്കെ, വണ്ടിയുടെ പേര് എഴുതുമ്പോൾ മര്യാദയ്ക്ക് എഴുതുക. പിന്നെ കുറേ പെൺപിള്ളേരുടെ അടുത്ത് താളം അടിച്ചായിരുന്നു. വണ്ടി അവൻ പൈസ മുടക്കി എടുത്തതാണ്. അവൻ്റെ പെട്രോൾ അടിക്കാൻ 10 പൈസ എടുക്കാനില്ലാത്ത ഈ നായിൻ്റെ മോനോടൊന്നും നിങ്ങളല്ലാണ്ട് വിശ്വസിക്കുമോ? പോട്ടെ. പലചരക്ക് ഗോഡൗണിൻ്റെ അവിടെ നിന്ന് പിന്നെയും കഴുത്തിൽ കത്തി വയ്ക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കഴുത്തിൽ കത്തി വയ്ക്കുന്നുണ്ടല്ലോ. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ.
കഴുത്തിൽ കത്തി വെച്ചു. പിന്നെ മലപ്പുറത്തെ വീട്ടിൽ കയറി നിന്നെ തല്ലി കൊല്ലൂടാ പട്ടി, തല്ലി കൊന്നായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് സെബിലിനെ വധഭീഷണി ചെയ്തിട്ടുണ്ട്. സെബിലപ്പം ഭയങ്കര സീനാട്ടോ, ഭയങ്കര മാസ് സീനാണ്. നിങ്ങളിത് BGM ഇട്ടിട്ട് വേണം സത്യം പറഞ്ഞത് കേൾക്കാൻ. പക്ഷേ ഞാൻ BGM ഞാൻ ഇവിടെ ഇടത്തില്ല, എനിക്ക് കോപ്പിറൈറ്റ് വരും. അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ സെബിലിനെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി, വീടിൻ്റെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ അതാ ഫസ്മിന ഒളിച്ചും പാത്തും ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതായത് ഞാനെന്തോ കുൽസിതം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പോലെ ഞാൻ ഇറങ്ങി വരുന്നു എന്നാണ് സെബിൽ ഇവിടെ പറയുന്നത്. ഓക്കെ, എന്നിട്ട് പ്രതികൾ ഗൂഢാലോചന നടത്തിയിട്ടാണ് സെബിലിനെ ഇത്തരത്തിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഞങ്ങൾ ഇതേറെ നാളത്തെ ഞങ്ങളുടെ ഒരു പ്ലാനായിരുന്നു സെബിൽ എന്ന് പറയുന്ന വ്യക്തിനെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ സെബിലിനെ ഇല്ലാതാക്കണം. എന്നാലല്ലേ ഞങ്ങളുടെ അവിഹിത ബന്ധം പൂവിടത്തുള്ളൂ. ഈ പുന്നാര മോനെ ഒഴിവാക്കിയാലല്ലേ ഞങ്ങളുടെ അവിഹിത ബന്ധം പുനർജനിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവനെ അങ്ങ് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കഴുത്തിൽ ഇവിടം വരെ അവൻ്റെ കഴുത്തിൽ കത്തി കൊണ്ടുവന്നിട്ട് പിന്നെ എൻ്റെ കൂട്ടുകാരൻ തീരുമാനിച്ചു, വേണ്ട കൊല്ലണ്ടെന്ന് പറഞ്ഞു. പിന്നെ കഴുത്തിൽ നിന്ന് കത്തി മാറ്റി, പിന്നെയും കഴുത്തിൽ കത്തി വെച്ചു, പിന്നെയും മാറ്റി. അങ്ങനെ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. കത്തി വയ്ക്കൂല എന്നൊരു സംഭവമാണ് നടന്നത് എന്നാണ് സെബിൽ പറയുന്നത്. പക്ഷേ മുഹമ്മദ് സെബിൽ ഇതിനൊരു പ്രശ്നമില്ലേ സെബിലെ? കാരണം 27 ജൂൺ നമ്മൾ ഡൽഹി പോയിരിക്കുകയാണ് കൂട്ടുകാരാ. നമ്മൾ ഇവിടെ ഇല്ല, കേരളത്തിലില്ല. പിന്നെ എങ്ങനെയാണ് നിൻ്റെ ഈ കഴുത്തിൽ മൈൻഡ് മൈ ലാംഗ്വേജ്, കഴുത്തിൽ എങ്ങനെയാണ് ഈ കത്തി വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കഴുത്തിൽ കത്തി കുത്തുന്ന സീനൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ കേരളത്തിൽ വേണ്ടേ? ഈ സംഭവം നടക്കുന്ന ദിവസം നമ്മൾ ഡൽഹി പോയി കൂട്ടുകാരാ. അല്ലെങ്കിൽ ഇനി പോട്ടെ, പ്രാണഭയം മൂലം യാതൊന്നും പറയാതെ സെബിൽ ജീവൻ മാത്രമുള്ള ശരീരം വെച്ച് എങ്ങോട്ടോ ഊമ്പി എന്നാണ് എഴുതിയേക്കുന്ന കേസിൽ. അപ്പോൾ എങ്ങോട്ടാണത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡൽഹി നമ്മൾ അങ്ങനെ അത്രയും ആസ്വദിച്ച് ട്രെയിനിൽ പോയി. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. കഥ എഴുതുമ്പോൾ പിന്നെയും എങ്ങനെ നിനക്ക് ഈ കള്ളക്കഥ എഴുതുമ്പം ഈ ഡേറ്റ് എങ്ങനെയാണ് ഈ ഡേറ്റ് യോജിച്ച് പോകുന്നില്ല? കാരണം ആ ഡേറ്റിൽ വേറെ എന്തെങ്കിലും ഒരു കുൽസിതം നടന്നിട്ടുണ്ടാവും. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിൻ്റെ ഡേറ്റും ഈ കാര്യങ്ങളും യോജിക്കത്തില്ല. കാരണം എല്ലാ ദിവസവും നിൻ്റെ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഏത് ഡേറ്റ് ഇട്ടാലും ഇങ്ങനെ നടക്കാത്ത കഥ പറയുമ്പോൾ നീ അത് ആലോചിക്കണം. ഡൽഹിയിൽ നമ്മൾ പോയ വീഡിയോകൾ ഞാനിവിടെ നിരത്തുന്നുണ്ട്, ഇത് നിങ്ങൾ കണ്ടുകൊള്ളൂ. അപ്പം ഇനി കഥ എഴുതുമ്പോഴത്തേക്കും കുറച്ച് വ്യക്തതയോടെ, കുറച്ച് വിശ്വസനീയമായ കഥ എഴുതുക. എന്നാലേ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കേട്ടോ, മുഹമ്മദ് സെബിൽ അക്കാൽ അല്ലു ഇബി ഇപ്പോൾ ഇൻസ്റ്റയിൽ കുറേ റീല് കുണയ്ക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പറഞ്ഞാണ്. അത് സപ്പോർട്ട് ചെയ്യാൻ കുറേ വാണങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇവനെപ്പോലെയുള്ള മരവാഴകളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സമൂഹത്തിൽ ഈ വാണത്തിനെ പോലെയുള്ള ആൾക്കാരെ ദയവ് ചെയ്ത് വളർത്തിയെടുക്കരുത്. കാരണം ഈ വാണമൊക്കെ ആദ്യമേ തുടച്ചു കളഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. വെരി സോറി, എൻ്റെ ലാംഗ്വേജ് ഒരിക്കലും ഇങ്ങനെ ആവുന്നതല്ല. പക്ഷേ ഈ ചെറ്റേനെ പറ്റി സംസാരിക്കുമ്പം ലാംഗ്വേജ് ഇങ്ങനെ ആയി പോകും. അതാണ് പ്രശ്നം, മനസ്സിലായോ? അൻഷിഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ NDPS കേസ് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് ഫസ്മിന അൻഷിഫിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഉപ്പുപ്പ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ ശ്രമിച്ചിട്ടില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ അൻഷിഫ് എൻ്റെ കൂട്ടുകാരനാണ്, ഇവൻ്റെ കൂട്ടുകാരനായിരുന്നു. പക്ഷേ ഇവനൊരു ചെറ്റയാണെന്ന് മനസ്സിലാക്കി അൻഷിഫ് ഇവനോട് കമ്പനി വിട്ടു. അൻഷിഫ് ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് ആൻഡ് ഊബറാണ്. അപ്പം ഇവന് ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ട് ഈ നായ ബാംഗ്ലൂരിലോട്ട് കെട്ടിയെടുത്ത് അൻഷിഫ് സഹായിച്ചിട്ട് അവിടെ നിന്ന് അൻഷിഫിന് പണി കിട്ടിയതാണ്. ഇവന് ഒരു കൂട്ടുകാർ പോലും ഇവൻ്റെ ലൈഫിൽ നിൽക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ മാന്യമായ സ്വഭാവം കാരണം ഇവൻ ആൾക്കാരെ പൈസ ഊമ്പി പറ്റിക്കുന്നുണ്ടും ഇവൻ്റെ കൂടെ ഒരു വ്യക്തിയും നിൽക്കത്തില്ല ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ള ഞാനായിരിക്കും. അത് ഭാര്യയായിട്ട് സഹിച്ചു നിന്നു. ഓക്കെ, അൻഷിഫിൻ്റെ ഒരു ഓഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം, നിങ്ങളത് കേൾക്കുന്നു. ഞാൻ ഭീഷണിപ്പെടുത്തുന്ന അൻഷിഫ് എന്നോട് പറയുന്നതാണ് ഇത്, നിങ്ങൾ കേൾക്കുക. ഇക്കെന്ത്, ഞാനതൊന്നും അറിയില്ല. ഈ കേസുമായിട്ട് ഞാനൊരു ബന്ധവുമില്ല, കയ്യിലൊരു കാര്യം അറിയില്ല. കാര്യം പൈസ വിട്ടിട്ടുമില്ല, ഞാനൊന്നും ഇതിൽ പറഞ്ഞിട്ടുമില്ല. ഓൻ്റെ ആവശ്യത്തിന് അതേപോലെ ഭക്ഷണം കഴിക്കാനും ഫുഡ് കഴിക്കാനും ഒരു 200ഉം 100ഉം ഇതേപോലെ എൻ്റെ അക്കൗണ്ടിൽ കിട്ടിയിരുന്നു. അത് അവനക്ക് തന്നെ ഞാൻ ഫോർവേഡ് ചെയ്തും കൊടുത്തിരുന്നു. സോ എനിക്ക് അൻഷിഫായിട്ട് ഒരു സീനും ഇല്ല. അപ്പം എനിക്കറിയത്തില്ല എന്തിനാണ് തൻ്റെ കൂട്ടുകാരുടെ പേരൊക്കെ ഇതിൽ വലിച്ചിട്ടെന്ന്. അപ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കൾക്ക് കൂട്ടുകാരെന്ന് പറയുന്ന വ്യക്തികൾ ജീവിതത്തിൽ നിലനിൽക്കാറില്ല.
അപ്പോൾ അവരുടെ പേരൊന്നും ദയവ് ചെയ്ത് ഇതിലോട്ട് ഇടരുത്. ആൻഡ് ഞാൻ അൻഷിഫിൻ്റെ അക്കൗണ്ടിലോട്ട് ഇവന് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ 200 400 ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അൻഷിഫ് അവന് ഫോർവേഡ് ചെയ്ത് പൈസയും കൊടുത്തിട്ടുണ്ടെന്ന് അൻഷിഫ് തന്നെ പറയുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ മൈ ഓണർ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അശ്ലീല ചാറ്റ് നടത്തിയെന്നും പറഞ്ഞ് പരാതി കൊടുക്കുമെന്നും ഫസ്മിന സിബിലിനോട് പറഞ്ഞു. ഫസ്മിനയുടെ ഉപ്പുപ്പായും ഫസ്മിനയുടെ മറ്റവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയത്തില്ല. എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എന്താണെന്ന് പോലും അറിയത്തില്ല. ഞാൻ ഈ കേസ് വായിക്കുമ്പോഴാണ് അവിടെ അങ്ങനെ ഒരു കേസ് ഉണ്ടെന്നേ അറിയുന്നത്. ബിക്കോസ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. വേറെ എന്തെങ്കിലും കുത്സിതമൊക്കെ ആണെങ്കിൽ ഞാൻ അറിയും. പക്ഷേ ആരെങ്കിലും ഒളിച്ചോടിയതോ അല്ലെങ്കിൽ ഭാര്യനെ ചതിച്ചതോ ഭർത്താവ് ചതിച്ചതോ ചാറ്റ് പുറത്തായതോ ഇങ്ങനത്തെ കാര്യമൊക്കെയാണ് ഞാൻ അറിയും. പക്ഷേ ഈ കുറച്ച് MLA ബേസ് ചെയ്തുള്ള പൊളിറ്റിക്കൽ കുത്സിതങ്ങൾ എനിക്ക് അറിയത്തില്ല. സോ എനിക്ക് ഈ കേസ് എന്താണെന്ന് അറിയത്തില്ല. ഇതെന്തിനാണ് ഇവൻ ഇതിൽ വലിച്ചിട്ടേക്കുന്നതെന്ന് അറിയത്തില്ല. ഇവൻ എവിടെ നിന്നാണ് ഈ ബുദ്ധിയെന്നും എനിക്കറിയത്തില്ല. ഈ പെണ്ണുണ്ണി മൊണ്ണൻ എന്തിനാണ് ഇത് എഴുതിയേക്കുന്നതെന്ന് എനിക്ക് സത്യമായിട്ട് എനിക്കറിയത്തില്ല. സോ അത് നിൻ്റെ കയ്യിൽ നീ വെച്ചാൽ മതി. എൻ്റെ അടുത്തോട്ട് നീ ഇറക്കാൻ നിൽക്കണ്ട. ഈ മാതിരി ഊമ്പിയ റൈറ്റിംഗ് എന്നല്ല, ഈ മാതിരി ഊമ്പിയ എന്താ പറയുക ഈ ചെറ്റയോടൊക്കെ. എൻ്റെ ദൈവമേ, എങ്ങനെ എൻ്റെ തലയിൽ ഈ പിണ്ണാക്ക് പിടിച്ച ഈ ചെറ്റ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. കൂടാതെ 4/12/2025 ബാംഗ്ലൂർ സപ്തഗിരി എഞ്ചിനീയറിംഗ് കോളേജിന് എതിർവശം ഹോട്ടലിൽ വെച്ച് ബിഗ് ബോസ് ഫെയിം അക്ബർ ഖാനെ കൊടുക്കുന്നതിന് വേണ്ടി പണം ഒപ്പിക്കുമെന്നും അക്ബർ ഖാൻ്റെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപയെങ്കിലും അടിച്ചെടുക്കണമെന്നും ഫസ്മിന സെബിലിനോട് പറഞ്ഞു. എല്ലാം ഫസ്മിന സെബിലിനോട് പറയുന്നുണ്ട്. സെബിൽ ആരാണ്? ഫസ്മിനയുടെ വാപ്പാണ്, എനിക്കറിയത്തില്ല. 4-ാം തീയതി ഫസ്മിന സെബിലിനോട് പറഞ്ഞെന്ന്. ഓക്കെ, വേറെ എന്താണ്? ആയതിൽ വെച്ച് സെബിൽ ഏറെ ഭയപ്പെട്ടു. എന്തിനും ഞാൻ 25 ലക്ഷം വാങ്ങുന്നതിനോ? ഞാൻ ആരുടെ അടുത്തുനിന്ന് 25 ലക്ഷം വാങ്ങിച്ചു? ഈ 4-ാം തീയതി എന്ന് പറയുന്ന തീയതി നിങ്ങൾ മനസ്സിലാക്കണം. ഈ 4-ാം തീയതി എന്ന് പറഞ്ഞ തീയതി ഞാൻ അക്ബറായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ല, ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല. അക്ബറിൻ്റെ ടിൻഡർ ഇഷ്യൂ വന്നിട്ടുമില്ല. അക്ബറിൻ്റെ ടിൻഡർ ഇഷ്യൂ വരുന്നത് 15-ാം തീയതിയാണ്. അപ്പം പടച്ചോൻ എൻ്റെ തലയിലോട്ട് വഹി ഇറക്കി വിട്ട് പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. അക്ബർ ഖാൻ ഇങ്ങനെ ഒരു ചാറ്റ് ചെയ്യാൻ പോവുകയാണ് ടിൻഡറിൽ. അപ്പോൾ ഫസ്മിന അത് മനസ്സിലാക്കി പൈസ വാങ്ങണമെന്ന് 4-ാം തീയതി എനിക്ക് വഹി ഇറങ്ങി. അതായിരിക്കും സെബിൽ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനിവിടെ ചാറ്റ് കൊടുക്കാം. 15-ാം തീയതിയാണ് ഞാൻ ഫസ്റ്റ് അക്ബറിന് മെസ്സേജ് അയക്കുന്നത്. സോ ഐ ഡോണ്ട് നോ വാട്ട് ഹീസ് ടോക്കിംഗ് അബൌട്ട് സീരിയസ്ലി. ഈ 4-ാം തീയതി ഈ സപ്തഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ ബാംഗ്ലൂർ ഷൂട്ടിന് പോയപ്പോഴത്തേക്കും ഇവൻ എന്നെ കാണണമെന്ന് പറഞ്ഞ് എന്നെ കാല് പിടിച്ച്, അയ്യോ ഫസ്മിന, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റത്തില്ല ഫസ്മിന, ഞാൻ ഈ ജന്മത്തിൽ തെറ്റ് ചെയ്തു, കഴിഞ്ഞ ജന്മത്തിൽ തെറ്റ് ചെയ്തു, എല്ലാ ജന്മത്തിലും തെറ്റ് ചെയ്യുന്ന ഒരു പിഴച്ച നാറിയാണിവൻ. അപ്പം എല്ലാം കൂടെ തെറ്റ് ചെയ്തു, എനിക്കിതെല്ലാം കൂടെ ശരിയാക്കണം, അതാക്കണം, ഇതാക്കണം, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞാലേ, നിക്കാഹ് കഴിഞ്ഞാലേ പവിത്ര ബന്ധമല്ലേ, അത്രയും പവിത്രത മൂത്തിരിക്കുന്നവൻ എന്നോട് ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് ഇവൻ ഈ കേസിൽ എഴുതി വെച്ചേക്കുന്നതാണ് ഞാൻ 25 ലക്ഷം ഉണ്ടാക്കാൻ പോയിന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവനെ കണ്ടത്, അല്ലാണ്ട് ഇവൻ എന്നെ കണ്ടതല്ല അല്ലേ? എനിക്ക് പിന്നെ എന്തിനാണ് കുട്ടാ ഇത്രയും പ്രശ്നമുള്ള എൻ്റെ അടുത്തുനിന്ന് എന്തിനാണ് താങ്കൾ കാല് പിടിച്ച് സ്നേഹാഭ്യർത്ഥനയായിട്ട് വന്നത്? എന്തിനാണ് എൻ്റെ മുന്നിൽ പട്ടി മൂങ്ങുന്ന പോലെ ഇരുന്ന് മൂങ്ങിയത്? കഞ്ഞി കുടിക്കാൻ അന്നനാളം മുട്ടി നിൽക്കുകയെന്നും പറഞ്ഞ് എൻ്റെ നിന്ന് 200 രൂപ 100 രൂപ പെട്രോൾ അടിക്കാൻ വരെ കാല് പിടിച്ച കാലഘട്ടം ഞാനൊരു 2 മാസം മുന്നേ ഓർക്കുന്നു. അത് ആ വ്യക്തിയാണോ ഇത് എഴുതി വെച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സോ ഇത്രയും പ്രശ്നമുള്ള എന്നെ എന്തിനാണ് ബെഗ് ചെയ്ത് തിരിച്ച് ലൈഫിലോട്ട് വന്നത്? കൂടാതെ എന്താ, അതിനുശേഷം അക്ബർ ഖാനെതിരെ വ്യാജമായ കാരണങ്ങൾ പറഞ്ഞ് വീഡിയോ പുറത്തുവിട്ടുണ്ടായിരുന്നു. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഫസ്മിന വീഡിയോ ഇടാൻ സാധ്യതയുണ്ട് എന്ന് കണിയാൻ മുഹമ്മദ് സെബിൽ. ഓക്കെ, പിന്നെയും പറയുന്നുണ്ട് 27/6/2025 തീയതി എൻ്റെ കൂട്ടുകാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ പ്രതിക്ക് പരാതിയുണ്ട്. അന്ന് നൽകാൻ സാധിച്ചില്ല, കാരണം അന്നിവിടെ ഇല്ലല്ലോ, ഡൽഹിയിലാണല്ലോ. അപ്പം ഇപ്പോഴാണ് പരാതി അവന് പൊങ്ങി വന്നത്. ഞാൻ അവനെ ഡിസംബറിൽ റിജക്റ്റ് ചെയ്ത് ഇത്രയും പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ അണ്ടകടാഹത്തിൽ നിന്ന് പൊങ്ങി അവനിപ്പോൾ പരാതി ഉണ്ടാക്കാൻ തോന്നിയത്. എൻ്റെ ഫ്രണ്ട് ഗോവയിലാണ് ആക്ച്വലി, എൻ്റെ ഫ്രണ്ട് ഇവിടെയല്ല. എൻ്റെ ഫ്രണ്ടിന് ഇവൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ കാണാത്ത ഫ്രണ്ട്
നെതിരെയാണ് ഇവൻ ഈ കേസ് കൊടുക്കുന്നത്, ഇവനെ കഴുത്തിൽ കത്തി വെച്ചെന്ന് പറയുന്നത്. എനിക്ക് ആകെ ഒരു നല്ല മെയിൽ ഫ്രണ്ട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അത്. അപ്പോൾ ഇവന് വേറെ ആരുടെയും പേര് കിട്ടാത്തതുകൊണ്ടായിരിക്കും മേ ബി അവൻ്റെ പേര് ഇട്ടിട്ടുണ്ടാവുക, ഐ ഗസ്. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് എൽസ് ടു സേ. കാണാത്തൊരു വ്യക്തിനെ ഇത്രയും അടിപൊളിയായിട്ട് വർണ്ണിച്ച് ഇത്രയും മാസ് എൻട്രിയും സീനും ഒക്കെ കൊടുത്തതിൽ നന്ദിയുണ്ട്. അത്രേ പറയാനുള്ളൂ. എൻ്റെ ഫ്രണ്ടും അത് നിന്നെ അറിയിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. തൃക്കാക്കര വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. ശക്തമായ അന്വേഷണത്തിലൂടെ മാത്രമാണ് ഈ 2 പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതില്ലാത്തൊരു കാര്യമാണോ, നടക്കാത്തൊരു കാര്യമാണല്ലോ, പുകയാണല്ലോ, ഇത് വായുവിൽ സംഭവിച്ച ഒരു കാര്യമാണല്ലോ. അപ്പം ശക്തമായ അന്വേഷണം തന്നെ വേണം. കാരണം മണ്ണിൻ്റെ ട്രേസ് വല്ലത് കിട്ടത്തുള്ളൂ. ഞാൻ നടന്നു പോയതിൻ്റെ വല്ല ട്രേസും കിട്ടുമായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ നടക്കാത്തൊരു സംഭവം പോലീസിന് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ശക്തമായ ഇത് തന്നെ വേണം. അതാണ് ഞാൻ യോജിക്കുന്നുണ്ട്. 18 ഡിസംബറിൽ ഇവൻ്റെ ഒരു ചാറ്റ് ഞാൻ കാണിച്ചു തരാം. അയ്യോ, എനിക്ക് നീ ഇല്ലാണ്ട് ഞാൻ ഉണ്ടാവത്തില്ല, ഞാൻ തീർന്നു പോവും, ഞാൻ ചത്തുപോവും. അങ്ങനെ എന്തൊക്കെ ഡയലോഗാണ് ഈ എൻ്റെ ദൈവം, ഇത് വീഡിയോ അല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളിത് ഡയറക്റ്റ് എന്നോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫ്രസ്ട്രേഷൻ ആൻഡ് അവസ്ഥ മനസ്സിലായേനെ. പക്ഷേ ഇത് ഒരു വീഡിയോ ആയതിനാൽ മാത്രം ഞാൻ മാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ അത്രയും ഇതിൽ സംസാരിക്കുന്നു. ഓക്കെ, ഇനി ഹണി എന്ന രാഗി എന്ന ഫസ്മിനയുടെ കൂട്ടുകാരിയെ വെച്ചാണ് സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കുന്ന ആളുകളെ മെസ്സേജ് അയച്ച് ബന്ധം സ്ഥാപിച്ച് ഭീഷണിപ്പെടുത്തി ഫസ്മിനെ ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ ഹണീനെ വിട്ട് മെസ്സേജ് അയപ്പിച്ചെന്ന്. അതിനൊരു തെളിവുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. എന്ത് അപരാധമാണ് നായ നീ പറയുന്നത്? എൻ്റെ കൂട്ടുകാരനെ വെച്ച് ഞാൻ മെസ്സേജ് അയപ്പിച്ചെന്നാ? വൺ പേഴ്സൺ അങ്ങനെ അവൾ മെസ്സേജ് അയച്ചതാ, അല്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചതിൻ്റെ ഒരു തെളിവ് കൊണ്ടുവന്നാൽ എനിക്കത് വിശ്വസിക്കായിരുന്നു. ഇവൻ എന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ തല്ലും, മിക്ക തല്ലും ഹണി കണ്ടിട്ടുണ്ട്. ഡൽഹി പോയപ്പം ഹണി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് ഈ നാറി ഡൽഹി പോയപ്പോഴത്തേക്കും ഇവൻ വേറെ റൂം എടുത്താണ് നിന്നത്. ആൻഡ് ഇവൻ്റെ ഗൂഗിൾ ഹിസ്റ്ററി ഞാൻ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഇവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെച്ചേക്കുവാണ് ഡൽഹി സെക്സ് വർക്കേഴ്സ് നമ്പർ എന്ന്. എന്നിട്ട് ഇവൻ എന്നോട് പറയുകയാണ്, അയ്യോ നമ്മൾ ഗൂഗിൾ തുറക്കുമ്പോഴത്തേക്കും ക്ലൈമറ്റ് ഒക്കെ വരത്തില്ലേ, അതുപോലെയാണ് വരുന്നത്. ഇവൻ്റെ ഫോൺ എന്തോ ഇവൻ്റെ കഴപ്പ് പോലെയാണ് ഇവൻ്റെ ഫോണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവൻ്റെ ഫോണിൽ ഫുള്ള് പോൺ സാധനങ്ങളും ഇതും മാത്രമേ വരാറുള്ളൂ. അത് അവൻ്റെ കഴപ്പിന് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത ഫോൺ പോലെ. ഓക്കെ, അപ്പം ഹണിക്ക് എല്ലാ കാര്യം അറിയുന്നുണ്ട്. ആൻഡ് ഇവൻ എന്നെ തല്ലിയ ദിവസം ഞാൻ ആശുപത്രിയിലായപ്പോഴും ഹണി മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും അവന് ഹണീനെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഹണിയുടെ പേര് എഴുതി വെച്ചേക്കുന്നത്. അല്ലേ നായേ? കുഴപ്പമില്ല. അടുത്തത്, കൂടാതെ സെബിലിൻ്റെ നഗ്ന വീഡിയോ ടെലിഗ്രാമിലൂടെ പ്രചരിപ്പിച്ചിട്ടുള്ളതും ഇനിയും ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിപ്പിക്കുമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിൻ്റെ നഗ്ന വീഡിയോ ആരാണ് നായെ കാണാത്തയുടെ ചെറ്റ? എല്ലാവരും എൻ്റെ നഗ്ന വീഡിയോ കണ്ടു. ഇവൻ്റെ പ്രൈവറ്റ് പാർട്ട് കാണാത്ത എനിക്ക് തോന്നുന്നു കേരളത്തിലെ പെൺപിള്ളേർക്ക് ഇവൻ എല്ലാവർക്കും DM ഇങ്ങനെ ഫ്രീ ആയിട്ട് വിതരണം ചെയ്ത്, എന്നാൽ കണ്ടോ മക്കളെ, കണ്ട് ആസ്വദിക്കും നിങ്ങൾ എന്ന് പറഞ്ഞ് മറ്റേ സെയിൽ ചെയ്യുന്ന പോലെയാണ് ഇവൻ സ്നാപ്പ് ഫിൽറ്റർ ഇട്ടിട്ട് ഇവൻ്റെ സാമാനം ഇവൻ അയച്ചു കൊടുക്കുന്നത്. സ്നാപ്പ് ഫിൽറ്റർ ഇടുന്നതൊക്കെ നല്ലതാളിയാണ്. കാരണം ഒറിജിനൽ അയച്ചു കൊടുത്താൽ ചിലപ്പോൾ പേടിച്ചു പോകും പിള്ളേർ. അതുകൊണ്ട് സ്നാപ്പ് ഫിൽറ്റർ ഇട്ട് അയച്ചു കൊടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഞാൻ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല, നീ തന്നെ ഇഷ്ടം പോലെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടെ ചാറ്റ് കൊടുക്കാം. എത്ര ആൾക്കാർക്കാണ് നീ അവരുടെ ഉറക്കം കെടുത്തി നിൻ്റെ സാമാനം വെട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞ് നിൻ്റെ സാമാനം ഉണ്ടല്ലോ, ദൈവമേ. ഹൂഫ്. ഞാൻ ടെലിഗ്രാമിൽ പ്രചരിപ്പിച്ചിട്ടൊന്നുമില്ല. ആൻഡ് ഐ ഹാവ് സീൻ ഇവൻ്റെ ഒരു വീഡിയോ ടെലിഗ്രാമിൽ ലീക്കായത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാനായിട്ട് കണ്ടിട്ട് ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറയുകയാണ്, അയ്യോ അത് ഇവൻ അറിയാണ്ട് ഇവൻ്റെ കൈ തട്ടി ഗ്രൂപ്പ് മാറി ഇവൻ്റെ ഫ്രണ്ടിന് അയച്ച വീഡിയോ മാറിപ്പോയതാണോ, അങ്ങനെ ഗ്രൂപ്പ് വഴി ലീക്കായതാണോ, ഇത് 2022 നടന്ന സംഭവമാണോ, ഇപ്പോഴും അത് ലീക്കായിക്കൊണ്ടിരിക്കും, അതിനെതിരെ കേസൊക്കെ കൊടുത്തെന്ന്. ഇവൻ്റെ വീഡിയോ ഇവൻ്റെ കൈ തട്ടി തന്നെ ലീക്കായിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് പറയാനാണ്? നിങ്ങൾ നോക്കിക്കോണേ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആഫ്റ്റർ നിക്കാഹ് ഞാൻ കാണുവാണ് എൻ്റെ ഭർത്താവിൻ്റെ ടെലിഗ്രാം വീഡിയോ, ലീക്കായ വീഡിയോ ഞാൻ കണ്ടിട്ട് ഞാൻ ഇത്രയും നാളായിട്ട് നിങ്ങളോട് പറഞ്ഞോ? ഇല്ല. ബിക്കോസ് ഐ തോട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ നാറി. പക്ഷേ ഞാൻ നഗ്ന വീഡിയോ പ്രചരിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു പോവും. ഇതൊക്കെ വിളിച്ചു പോകുന്നുള്ള ബോധം നിനക്കുണ്ടായിരുന്നായിരിക്കണം നീ ഇങ്ങനെ ഇമ്മാതിരി ചെറ്റത്തരം ഇതിൽ എഴുതി വയ്ക്കുമ്പോൾ. അടുത്തതിലോട്ട് പോവാം. കൂടാതെ സെബിലിൻ്റെ മാതൃ സഹോദരിയുടെ മകളുടെ ഫോട്ടോ വെച്ച് അശ്ലീല വീഡിയോ ചെയ്ത് കുടുംബത്തെ തകർക്കുന്നു. വാട്ട് ദ ഫക്ക് ബ്രോ? നിൻ്റെ കുടുംബത്തെ ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിൻ്റെ കുടുംബത്തെ ഞാൻ പറഞ്ഞിട്ടില്ലടാ നാറി. അവരാകെ ചെയ്ത തെറ്റ് നിന്നെപ്പോലെ ഒരു മൊലവാണത്തിനെ ജനിപ്പിച്ച്, അതാണ് അവർ ചെയ്ത തെറ്റ്. അല്ലാണ്ട് അവരൊരു തെറ്റും ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആൻഡ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഞാൻ അവൻ്റെ
ഇതാർക്ക് അയച്ചു കൊടുത്തതെന്ന് പറയുന്നത് സ്ക്രീൻഷോട്ട് പിതൃ സഹോദരന് ഞാൻ അയച്ചു കൊടുത്തത്. പിതൃ സഹോദരനോട് ഞാൻ സംസാരിച്ചു, ഞാൻ അങ്ങനെ എന്തെങ്കിലും അയച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പിതൃ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നീ അത് ഉണ്ടാക്കാൻ വരരുത്. ഓക്കെ. ഇനി സെബിലിനെ പ്രതികൾ ചെയ്ത് ഇല്ലായ്മ ചെയ്ത് പ്രതികൾ MDMA റാക്കറ്റാണ്. MDMA റാക്കറ്റ് നിൻ്റെ മറ്റവൾ ഉപയോഗിക്കും. MDMA മനസ്സിലായോ? നിൻ്റെ മറ്റവൾ ഹസ്ബൻഡ് ഉപയോഗിക്കില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ തലയിലോട്ട് MDMAയും കഞ്ചാവും സിന്തറ്റിക് ഡ്രഗ്സും ഇടാൻ നോക്കരുത്. ബിക്കോസ് യു ആർ ദ വൺ ഹൂ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ഡ്രഗ്സ് ഇൻ യുവർ ബ്ലഡ് ആസ് ഹോൾ. നിൻ്റെ ശരീരത്തിൽ ബ്ലഡിൽ നിന്നാണ് ഡ്രഗ്സ് കിട്ടിയത്, എൻ്റെ ശരീരത്തിൽ നിന്നല്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് ആ വസ്തു കിട്ടത്തില്ല. ബിക്കോസ് ഐ നോ വെരി വെൽ. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഇത് കീപ്പ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഡ്രഗ്സിൻ്റെ പിന്നാലെ ഞാൻ പോകത്തില്ല കുട്ടാ. അതുകൊണ്ട് MDMA ഉപയോഗിക്കുന്നത് വേറെ വല്ലവരും ആയിരിക്കും. എഴുതി തള്ളുമ്പോഴത്തേക്കും ഇങ്ങനെ തള്ളി എഴുതരുത്. ഓക്കെ, മനസ്സിലായോ? അപ്പം അത്രേ ഉള്ളൂ. കുറച്ച് കണകുണ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. കണകുണ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നില്ല. 2025 ഡിസംബർ മാസം 27 മുഹമ്മദ് സെബിൽ. 2025 ഡിസംബർ മാസം ഒരു 24 വരെ എൻ്റെ കാല് പിടിച്ച ചെറുക്കനാണ് 27-ാം തീയതി കൊണ്ട് കേസ് കൊടുത്തത്. 100 രൂപ പെട്രോൾ അടിക്കാൻ കൊടുക്കാത്തതിനാന്ന് തോന്നുന്നു ഇത്രയും ദേഷ്യം വന്ന് ഇമാതിരി തള്ള എഴുതി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഒരുത്തിനെ സെറ്റാക്കി കാണും. ഇതാണ് സ്വഭാവം, മനസ്സിലായോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവൻ്റെ കേസും കാര്യങ്ങളും. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ നാറിയുടെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നാറി ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയണം. എത്ര അവിഹിതങ്ങളുണ്ട്, എത്ര ബന്ധങ്ങളുണ്ട്, എത്രത്തോളം എനിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇവനെപ്പോലെ ഉള്ളവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ ചത്താലും മാറത്തില്ല, മനസ്സിലായോ? ചത്ത ശവത്തെ പോലും വെറുതെ വിടാത്ത ഒരു ടൈപ്പ് ഓഫ് സൈക്കോപാത്താണിത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് പ്ലീസ് ബിവെയർ. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ എവിടെയെങ്കിലും റോട്ടിൽ വെച്ച് കണ്ടാൽ സൂക്ഷിക്കുക. ആൻഡ് ഓൾസോ ഇതിലിവൻ പറയുന്നുണ്ടല്ലോ ഞാൻ കൊലപാതക ശ്രമം ഇവന് ചെയ്തെന്ന്. അള്ളാണ്, എൻ്റെ റസൂലാണ്, ഉമ്മാണ് സത്യം. നിയമത്തിനും പഠിച്ചവൻ്റെ മുന്നിലും ഒരാളെ കൊല്ലാൻ അനുവദിച്ചായിരുന്നെങ്കിൽ ഞാനിവനെ കൊന്നേനെ. സത്യം പറയാമല്ലോ, കൊന്നു കളഞ്ഞേനെ ഞാൻ. കാരണം എനിക്ക് പറയാനറിയത്തില്ല. എന്നെ ഇത്രത്തോളം ദ്രോഹിച്ച ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെ ലൈഫിലുണ്ടാവത്തില്ല. ആൻഡ് ഒരു പെണ്ണിൻ്റെ ലൈഫിലും ഇത്രയും ദ്രോഹം ചെയ്യുന്ന ഒരു നാറീനെ ഞാൻ കണ്ടിട്ടില്ല. ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ വിത്ത് ലോട്ട് ഓഫ് എക്സിൻ്റെ എക്സ്, അത് ഇത് ടോക്സിക്, ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും കഴപ്പ് മൂത്ത, ഇത്രയും ഗതികെട്ട ഒരു യുവാവിനെ ഞാൻ കണ്ടിട്ടില്ല. സത്യം. അതെങ്ങനെ എൻ്റെ തലയിലോട്ട് അത് വന്ന് ചാടിയെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും ഗതികേട് എനിക്ക് ഉണ്ടായതിൽ ഞാൻ എന്നോട് തന്നെ എനിക്ക് സഹതാപമുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ബൈ.